തേങ്ങ അരച്ച് വെച്ച മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. ഇപ്പോൾ മത്തിക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം സ്റ്റൗ ഓണാക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതിനായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഒരു തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ 4 പീസസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തേങ്ങ അരച്ച് വെച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 8 പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓവർ നേരം വെച്ച് കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ശേഷം ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വെച്ച അടിപൊളി മത്തിക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.